കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനി പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം അധ്യായം 17 നമ്മൾ ശ്ലോകം 55 ചെയ്തു. അപ്പോൾ അതിലെന്താ പറഞ്ഞാൽ വെച്ചാൽ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നിട്ട് തന്നെ ഗൃഹസ്ഥൻ്റെ ധർമ്മങ്ങളെ ഭഗവതർപ്പണമായി അനുഷ്ഠിച്ച് ഭഗവാന്റെ സാന്നിധ്യം എല്ലാറ്റിലും കണ്ട് ഗൃഹസ്ഥാശ്രമിക്ക് ഭക്തിയോടെ ഇരുന്ന് ഭഗവത് ഭക്തിയോടെ ഇരുന്ന് വേണമെങ്കിൽ മോക്ഷം പ്രാപിക്കാം, അല്ലെങ്കിൽ വാനപ്രസ്ഥം സ്വീകരിക്കാം, അല്ലെങ്കിൽ സന്യാസം സ്വീകരിക്കാം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൽ 3 ശ്ലോകം കൂടിയേ ഉള്ളൂ ഈ അധ്യായത്തിൽ. അത് കഴിഞ്ഞാൽ 18-ാം അധ്യായത്തിൽ വാനപ്രസ്ഥ ധർമ്മമൊക്കെയാണ് പറയണത്. അതിലേക്ക് പോവുക. അതിലും നമുക്ക് ഉൾക്കൊള്ളാൻ പലതും ഉണ്ടാവും. അതൊക്കെ ഭഗവാൻ നമ്മളെ ഉൾക്കൊള്ളാനും നമുക്ക് ജീവിതത്തിൽ പകർത്താനും ഒക്കെ അനുഗ്രഹിക്കട്ടെ അല്ലേ. ഇനി 56-ാമത്തെ 3 ശ്ലോകം ഉണ്ട്, 56, 57, 58 ഈ അധ്യായത്തിൽ. യസ്ത്വാസക്തമതിർഗേഹേ പുത്രവിത്തൈഷണാതുരാ സ്ത്രൈണ കൃപണധീർമൂഢോ മമാഹമിതി ബധ്യതേ. 56. ഗേഹെ അതായത് ഗൃഹത്തിൽ ആസക്തമതിഹി ആസക്തനായിട്ട് വല്ലാത്ത അറ്റാച്ച്മെൻ്റായിട്ട് പുത്രവിത്തൈഷണാതുരാഹ പുത്രന്മാരിലും ധനത്തിലുമുള്ള ഏഷണാച്ചാൽ അറ്റാച്ച്മെൻ്റ് അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ടായ അതുകൊണ്ടുണ്ടാവുന്ന ദുഃഖത്തോടു കൂടിയവരും. അതായത് ഗൃഹത്തിൽ അങ്ങേയറ്റ ആസക്തനാകുമ്പോൾ എന്താ ഉണ്ടാവുക, എപ്പോഴും വിചാരിച്ച പോലെ അല്ലാണ്ടുണ്ടാവും. നമുക്കൊക്കെ അറിയാലോ, ഒന്നും വിചാരിച്ച പോലെ അല്ലാണ്ടാകുമ്പോൾ ദുഃഖമാവും അല്ലേ. അതാണ് അല്ലാത്ത അവരൊക്കെ വല്ലാത്ത അറ്റാച്ച്മെൻ്റ് ഉണ്ടായിട്ട് അവരിൽ നിന്നുള്ള പെരുമാറ്റമോ അവർക്ക് നമ്മൾ വിചാരിക്കുന്ന വിജയമില്ലായ്കയോ അല്ലെങ്കിൽ ദുഃഖങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ദുഃഖിപ്പിക്കുമല്ലോ. അതാണ് ഗൃഹത്തിൽ വല്ലാതെ നമ്മൾ അറ്റാച്ച്മെൻ്റ് ആയിട്ട് പുത്രന്മാരിലും ധനത്തിലുമുള്ള ആഗ്രഹം കൊണ്ട് ഉണ്ടായിട്ടുള്ള ദുഃഖത്തോടു കൂടിയവരായിട്ട്, അതാണ് പുത്രവിത്തൈഷണാതുര ആതുരന്മാരെ വെച്ച് ദുഃഖിക്കുക. സ്ത്രൈണ സ്ത്രീകൾക്ക് അധീനരായിട്ട് കൃപണധി ദുഃഖിക്കുന്ന മനസ്സ്, അതായത് സ്ത്രീകളുടെ പിന്നാലെ പോവുക, അവരുടെ അടുത്ത് സ്നേഹം കിട്ടാണ്ടിരിക്കുക, അത് കഴിഞ്ഞാൽ അത് അങ്ങനത്തെ പുരുഷന്മാർ. സ്ത്രീകളെ കാര്യം പറയാച്ചാൽ പുരുഷന്മാരെന്ന് പറയാം, ഇത് പുരുഷന്മാർക്കാണെങ്കിൽ സ്ത്രീകളാണ് പറയാം, അത്രയേ ഉള്ളൂ. സ്ത്രീകൾക്കൊക്കെ അധീനരായിട്ട് ദുഃഖം അനുഭവിക്കുക. യഹ ഏതൊരുത്തർ മമ അഹം ഇതി, അതായത് അഹന്തയും മമതയും കാരണം ഞാൻ എൻ്റേത്, അതാണല്ലോ അഹം. അഹന്ത പറഞ്ഞാൽ ഞാൻ എന്ന വിചാരം അഹങ്കാരം, മമത പറഞ്ഞാൽ എൻ്റെ, അതാണ് ഇത് രണ്ടും. മമ അഹം ഇതി എൻ്റേത് എന്നുള്ള അല്ല ഞാൻ എൻ്റെ എന്നുള്ള മോഹം പ്രാപിക്കുന്നുവോ അവൻ ബധ്യതേ അവനാണ് ബന്ധനം ഉണ്ടാവണമെന്ന് പറയാണ്. ഏതൊരു ആളാണ് ഗൃഹത്തിൽ അങ്ങേയറ്റം അത്യാസക്തനായിട്ട് മക്കള് പിന്നെ സമ്പത്ത് എന്നിവയിലുള്ള അത്യാഗ്രഹത്തോടു കൂടിയിട്ട് സ്ത്രീകളുടെ അധീനനായിട്ടും അല്ലെങ്കിൽ പുരുഷന്മാർക്ക് അധീനനായിട്ടും എന്ന് പറയാം, എന്നിട്ട് ദുഃഖം അനുഭവിച്ച് അജ്ഞന്മാരായി കഴിയുന്നുവോ അവർ ഞാൻ എൻ്റെ എന്നുള്ള ചിന്ത കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ബന്ധനം വരണമെന്ന് ധരിക്കണം നമ്മളന്ന്. ഞാൻ എൻ്റെ എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ദുഃഖത്തിനും കാരണം. ആലോചിച്ച് നോക്കൂ അല്ലേ. എൻ്റെ ആയതുകൊണ്ടാണ് നമുക്ക് ദുഃഖം, എപ്പോഴും നമുക്കത് അനുഭവിക്കുന്നുണ്ടല്ലോ നമ്മളല്ലേ. നോക്കൂ, ടി വിയിലൊക്കെ നല്ലതൊക്കെ ദുഃഖങ്ങളെ കണ്ടാൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് ദുഃഖമുള്ളൂ. അതേ ദുഃഖം നമ്മുടെ സ്വന്തം ആൾക്കാർക്ക് വരുമ്പോൾ അത് വലിയ നമുക്ക് സഹിക്കാൻ വയ്യാത്ത ദുഃഖമാവണം അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ എന്നുള്ള ആ അഹന്തയും മമതയും കാരണമാണ് നമുക്ക് എല്ലാ ദുഃഖങ്ങളും എന്ന് മനസ്സിലാക്കണം എന്ന് പറയുകയാണ്. അതായത് ഈ ആർക്കാണ് അത്യാസക്തി ഉള്ളത് ധനത്തിലും പിന്നെ ഗൃഹത്തിലും ഒക്കെ, അവർ ദുഃഖം അത് അവരിൽ നിന്ന് വരുന്ന പ്രതികൂലമായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ട് ദുഃഖിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഞാനെന്നും എൻ്റേതെന്നുള്ള ചിന്ത കൊണ്ടാണ് നിങ്ങളൊക്കെ ഗൃഹസ്ഥന്മാരൊക്കെ ബദ്ധനായിത്തീരണം. അതുകൊണ്ട് അത് കുറയ്ക്കാൻ നോക്കൂ പറയണം ഭഗവാൻ. യസ്ത്വാസക്തമതിർഗേഹേ പുത്രവിത്തൈഷണാതുരാ സ്ത്രൈണ കൃപണധീർമൂഢോ മമാഹമിതി ബധ്യതേ. ഇനി ആ ബന്ധം തന്നെ ഇനി എന്താ പറഞ്ഞത്, അഹോ മമ പിതരൗ വൃദ്ധൗ ഭാര്യ ബാലാത്മജാത്മജാഃ അനാഥാ മാമൃതേ ദീനാഃ കഥം ജീവന്തി ദുഃഖിതഃ. എന്താണ് പറയണത്, അതൊക്കെ നമ്മൾ ശരിക്കും അനുഭവിക്കുന്നത് തന്നെയാണ് ഇതിൽ ഭഗവാൻ പറയണത് കേട്ടോ.
58 വേണമെങ്കിൽ ഒന്നിച്ച് ചെയ്യാം. ഏവം ഗൃഹാശയാ ക്ഷിപ്തഹൃദയോ മൂഢധീരയം അതൃപ്ത സ്ഥാനനുധ്യായൻ മൃതോന്ധം വിശതേ തമഹ. നമുക്കൊന്നിച്ച് വിശതേ തമഹ. അതെ. അപ്പം എന്താ അറിയോ ഇതിൽ 57, 58 പറയണത്? അഹോ മമ, അയ്യോ, അഹോ മമ വൃദ്ധൗ പിതരൗ, അയ്യോ എൻ്റെ വൃദ്ധന്മാരായ അച്ഛനും അമ്മയും, ബാലാത്മജ, ബാലന്മാരായിട്ടുള്ള എൻ്റെ കുട്ടികളും, ചെറിയ കുട്ടികളും, ഭാര്യയും, ആത്മജാഹ മക്കളും, അതായത് അനിയന്മാരും മക്കളും, മാ മൃതേ ഞാൻ മരിച്ചുപോയാൽ, അനാഥാഹ അനാഥകളായി, ദീനാഹ ദരിദ്രന്മാരായി, ദുഃഖിതാഹ ദുഃഖിച്ചവരായി, കഥം ജീവന്തി ഞാൻ ഇല്ലാണ്ട് അവരെങ്ങനെ ജീവിക്കുകയെന്ന്. എൻ്റെ വയസ്സായ അച്ഛനമ്മമാരും എൻ്റെ അനിയന്മാരും കുട്ടികളും ഭാര്യയൊക്കെ ഞാൻ മരിച്ചുപോയ അവരെങ്ങനെ ജീവിക്കും? ഏവം എന്നിപ്രകാരം ഗൃഹാശയ ഗൃഹത്തിൽ ആശ കൊണ്ട്, ആക്ഷിപ്ത ഹൃദയ അതായത് ദുഃഖിച്ച മനസ്സോട് അല്ലെങ്കിൽ വളരെ ക്ഷോഭിച്ച മനസ്സോടുകൂടി, മൂഢധി ബുദ്ധിയെ അതായത് ബുദ്ധി ഇല്ലാത്തവനായി അല്ലെങ്കിൽ ബുദ്ധി കെട്ടവനായി, അതൃപ്ത ഈ വിഷയഭോഗങ്ങളിൽ അതൃപ്തിയുള്ളവനായി, താൻ അനുധ്യായൻ ഗൃഹത്തിലത്തെ കാര്യങ്ങളെ തന്നെ എപ്പോഴും വിചാരിച്ചുകൊണ്ട്, മൃതഃ മരണം പ്രാപിച്ച്, അന്ധം തമാവിശതേ എന്നിട്ട് എങ്ങടെ തമോ ഗുണം നിറഞ്ഞ വേറൊരു ജന്മത്തിലേക്ക് അങ്ങോട്ട് പോവും. ഇങ്ങനെ ചെയ്താൽ നമുക്ക് വല്ലാത്ത അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുമ്പോൾ ആപത്താണ്. അപ്പോൾ ഇതിൽ ഭഗവാൻ പറഞ്ഞെന്ന് നമുക്ക് ഈ ഒരു 2 ശ്ലോകത്തിൽ എന്താണ് ഭഗവാൻ പറഞ്ഞാച്ചാൽ, ഇങ്ങനെ അയ്യോ എൻ്റെ അച്ഛനും അഹന്താ മമത വിടണമെന്ന് പറഞ്ഞുല്ലോ. അഹന്താ മമത കൊണ്ടാണ് എല്ലാ ദുഃഖം എന്ന് പറഞ്ഞുല്ലോ. ഞാൻ എൻ്റെ എന്നുള്ള വിചാരം കൊണ്ടാണ് എല്ലാ ദുഃഖം എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഇപ്പം പറയുകയാണ്, അയ്യോ എൻ്റെ അച്ഛനും അമ്മയും വയസ്സായിട്ടിരിക്കുകയാണല്ലോ, എൻ്റെ അനിയന്മാരെയൊക്കെ ഞാനില്ലെങ്കിൽ ആരാണ് അവർക്ക് വേണ്ടതൊക്കെ ചെയ്യുക? ഭാര്യയ്ക്കാണെങ്കിൽ ചെറിയ കുട്ടികളുണ്ട്, എൻ്റെ കുറച്ച് വലുതായ കുട്ടികളും ചെറിയ കുട്ടികളും ഒക്കെ ഉണ്ട്. ഞാൻ പോയാൽ അവരൊക്കെ അനാഥരാവില്ലേ? ഞാനില്ലാതെ വല്ലാതെ ദുഃഖത്തിൽ പെടില്ലേ? ഇങ്ങനെ പിന്നെ അവരെങ്ങനെ ജീവിക്കും ഞാനില്ലാതെ? ഇതൊക്കെ ചിന്തിച്ച് ഗൃഹത്തിലത്തെ ഗൃഹാസക്തനായിട്ടുള്ള ഒരു വിഡ്ഢി എന്ന് പറയുന്നുണ്ട്, ഒരു മൂഢധി, ഗൃഹാസക്തനായിട്ടുള്ള ഒരു മൂഢൻ, ഒരു വിഡ്ഢി, എപ്പോഴും മനസ്സിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്ന ആ വിഡ്ഢി അവരെ തന്നെ വിചാരിച്ചുകൊണ്ട് മരണം അടയുന്നു. എന്നിട്ടോ ഇരുണ്ട നരകത്തെ പ്രാപിക്കുന്നു, അല്ലെങ്കിൽ തമോ ഗുണപ്രധാനമായ വേറൊരു ജന്മമെടുക്കുന്നു. എന്തൊരു കഷ്ടം! ഈ ഒരു ജീവിതത്തിൽ നമുക്ക് മുക്തി പ്രാപിക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് മുക്തി പ്രാപിക്കാതിരിക്കണത്? നമുക്ക് ഈ ഗൃഹാസക്തി കൊണ്ട് മാത്രമാണ് എന്നാണ് പറയണത് കേട്ടോ. അതാണ് എന്താണ് മരണമെടുക്കുമ്പോൾ ഈ കുടുംബകാര്യങ്ങളെയും കുടുംബാംഗങ്ങളെയും ചിന്തിച്ച് ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല. നമുക്കും പോകണം, അവരും കുറേ കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും പോവും. അതാണ് ശരിക്കും ഇപ്പോൾ ഇതിൽ ഈ 2 ശ്ലോകത്തിൽ നമുക്ക് തരുന്ന അഡ്വൈസ് എന്താ വെച്ചാൽ, വയസ്സായിട്ടുള്ളവർക്ക് പ്രത്യേകിച്ചുള്ള അഡ്വൈസാണെന്ന് തരണത്. മരണം എടുത്തച്ചാൽ ആർക്ക് വേണമെങ്കിൽ മരണം ആവാട്ടോ, എന്നാലും വയസ്സായവർക്ക് അധികം തോന്നൂല. അപ്പോൾ എന്താണ് വാർദ്ധക്യമായാൽ ഏകാന്തമായി ധ്യാനിച്ച് ഭഗവാനെ തന്നെ വിചാരിച്ചിരിക്കണം. എന്താ വെച്ചാൽ മരണമെടുക്കുമ്പോൾ കുടുംബകാര്യങ്ങളെയും കുടുംബാംഗങ്ങളെയൊക്കെ ചിന്തിച്ച് നമ്മളിരിക്കരുത്. അങ്ങനെ കുടുംബകാര്യങ്ങൾ അയ്യോ ഞാനില്ലെങ്കിൽ അവരെന്തുണ്ടാവും അവരെപ്പറ്റി ആലോചിച്ച് പിന്നെന്താണ് മനസ്സ് വിഷമിച്ചിരുന്നാൽ വീണ്ടും ഇരുളടഞ്ഞ ജീവിതത്തിലേക്ക് തന്നെ നമുക്ക് പ്രവേശിക്കേണ്ടി വരും എന്ന് പറയണം. അതൊരു ഭഗവാൻ എന്താ പറയേണ്ട ഒരു പിന്നെ വാർണിംഗ് പോലെ തരികയാണ്. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് വയസ്സായവർക്ക് എല്ലാ കാലത്തും ഈശ്വര ചിന്ത വേണം, പക്ഷേ വയസ്സാകുമ്പോൾ പ്രത്യേകിച്ചെന്നാണ് പറയണത്. അതെ, അതാണ് ഇതിൽ പറഞ്ഞത് അല്ലേ. നമ്മൾ 17 അല്ലേ? അതെ 17 ആണ്.
അപ്പോൾ ഇപ്പോൾ ഇതിൽ ഈ 2 ശ്ലോകം പറഞ്ഞ് വളരെ ഭഗവാൻ നിർത്തിയത് നമുക്ക് വളരെ ഒരു ഇതായിട്ടാവാം. പറ്റുന്ന അത്ര ഈശ്വരചിന്തയോട് കൂടി ഇരിക്കുക. കാരണം നമ്മുടെ കയ്യിൽ യാതൊരു നിയന്ത്രണവും ഇല്ല ഒന്നിനും. അപ്പോൾ ഭാര്യയാണെങ്കിലും കുട്ടികളാണെങ്കിലും വൃദ്ധരായിട്ടുള്ള അച്ഛനമ്മമാരാണെങ്കിലും പേരക്കുട്ടികളാണെങ്കിലും ഇനി വയസ്സായവർക്കെങ്കിലും ഒന്ന് ആലോചിക്കാം. ഇനി ഒന്നും ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല, എല്ലാം ഭഗവാനായി കണ്ട് ഞാൻ ഭഗവാനെ തന്നെ ധ്യാനിച്ചിരിക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ കുടുംബകാര്യങ്ങളിലൊന്നും ഞാൻ വ്യാകുലപ്പെടാതെ ഭഗവാനെ തന്നെ ചിന്തിച്ചിരിക്കട്ടെ. അല്ലെങ്കിൽ ഈ എത്ര അനുഭവിച്ചാലും തൃപ്തിയില്ലാത്ത ഭോഗങ്ങളെ തന്നെ ചിന്തിച്ച് നമ്മൾ പിന്നെ നമ്മൾ ഇരുളടഞ്ഞ മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരും എന്ന് പറയാണ്. ഇങ്ങനെ ഗൃഹാദികളിലുള്ള അനന്യമായിട്ടുള്ള അല്ലെങ്കിൽ ഗൃഹാദികളിലുള്ള ആസക്തി കാരണം മനസ്സ് മുഴുവൻ അതിൽ മുഴുകിയിരിക്കുന്ന ഗൃഹസ്ഥന് ഇനി മരണം, അങ്ങനെ അതന്നെ വിചാരിച്ച് ഭഗവാനെ വിസ്മരിച്ച് മരിക്കണൊരു ഭക്തൻ്റെ കാര്യം വളരെ കഷ്ടമാണ്. വിഡ്ഢിത്താണ് ചെയ്യണമെന്ന് പറയാണ്. ഭഗവാനെ തന്നെ ചിന്തിച്ച് ഈ ഗൃഹത്തിനോട് ആസക്തി വെടിയൂ, അല്ലെങ്കിൽ ഗൃഹത്തിനെപ്പറ്റി വ്യാകുലനായിരുന്ന് മരണം വരിച്ചാൽ ഇരുളടഞ്ഞ വേറൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് നിർത്താണ്. അപ്പോൾ 57 58 കഴിഞ്ഞിട്ടാണ് അങ്ങനെയാണ് ഭഗവാൻ ഈ ഗൃഹസ്ഥധർമ്മത്തിനെ ഉപസംഹരിക്കുന്നത്. അഹോമേചി പിതരൗ വൃദ്ധൗ ഭാര്യ ബാലാത്മജ അനാഥാവില്ലേ മാമൃതേ ദീനാഹ കഥം ജീവന്തി ദുഃഖിതാഹ. ഏവം ഇപ്രകാരം ഇങ്ങനെ ദുഃഖിച്ചിട്ട് ഗൃഹാശയാക്ഷിപ്തഹൃദയോ മൂഢധീരയം, ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് മൂഢനായിട്ട് അതൃപ്തസ്ഥാനനുധ്യായൻ, എത്ര അനുഭവിച്ചാലും തൃപ്തി വരാത്ത ഭോഗവിഷയങ്ങളെ ആലോചിച്ച് മൃതോന്ധം വിശതേ തമ, അങ്ങനെ മരിച്ചു പോകുമ്പോൾ അന്ധകാരപൂർണമായ മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് കഴിഞ്ഞു. ഏകാദശ സ്കന്ധം 17-ാം അധ്യായം സമാപ്തം അല്ലേ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായം സപ്തദശോധ്യായ സമാപ്ത. ഇനി നമുക്ക് 18-ാം അധ്യായത്തിലേക്ക് കടക്കാം. 12 മിനിറ്റേ ആയിട്ടുള്ളൂ. ഇതിൽ വാനപ്രസ്ഥ സന്യാസിമാരുടെ ധർമ്മമാണ്. വാനപ്രസ്ഥധർമ്മവും സന്യാസി ധർമ്മമൊക്കെയാണ് പറയണത്. അപ്പോൾ ശ്രീ ഭഗവാൻ വാചാന്ന് തന്നെയാണ് തുടങ്ങണത്. ഭഗവാൻ തന്നെ കണ്ടിന്യൂ ചെയ്യാണ് ഉദ്ധവനോടുള്ള ഉപദേശം. ഗൃഹസ്ഥധർമ്മം കഴിഞ്ഞുല്ലോ. അപ്പം ഇനി നമുക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ അഷ്ടാദശോധ്യായ. ശ്രീ ഭഗവാൻ വാച. 1-ാമത്തെ ശ്ലോകം. വനം വിവീക്ഷു പുത്രേഷു ഭാര്യാം യസ്യ സഹൈവ വാ വന ഏവ വസേച്ഛാന്തസ്തൃതീയം ഭാഗമായുഷഃ. വനം വാനപ്രസ്ഥാശ്രമം. വിവിക്ഷു സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്ന സാധകൻ. പുത്രേഷു ഭാര്യാം ന്യസ്യ പുത്രന്മാരുടെ അടുക്കൽ ഭാര്യയെ വിട്ടിട്ട്. സഹ ഏവ വാ അല്ലെങ്കിൽ തൻ്റെ കൂടെ വരാൻ വിരോധമില്ലാത്ത ഭാര്യ വെച്ചാൽ തൻ്റെ കൂടെ കൂട്ടിക്കൊണ്ടുപോവാം. ശാന്ത ശാന്തനായി. ആയുഷ തൻ്റെ ആയുസ്സിൽ 3-ാം ഭാഗം. ആയുഷ തൃതീയം ഭാഗം, ആയുസ്സിൻ്റെ 3-ാം ഭാഗം. അതായത് വനേ ഏവ വനത്തിൽ തന്നെ വസിക്കേണ്ടതാകുന്നു. എന്താ പറഞ്ഞ വാനപ്രസ്ഥം പറയുകയാണ്. എന്താ അറിയോ, വാനപ്രസ്ഥം ആശ്രമിക്കുന്ന ഒരു ഗൃഹസ്ഥൻ ഭാര്യ കൂടെ വരുന്നില്ലെങ്കിൽ ഭാര്യയെ മക്കളെ ഏൽപ്പിച്ച്, അല്ല ഭാര്യ വരാൻ തയ്യാറാണ് കൂടെ വെച്ചാൽ ഭാര്യയും കൂട്ടി ആയുസ്സിൻ്റെ 3-ാമത്തെ ഭാഗം, അതായത് 50 മുതൽ 75 വയസ്സ് വരെ വനത്തിൽ തന്നെ വസിക്കണം. അതിനുശേഷം സന്യസിക്കാൻ വേണമെങ്കിൽ അങ്ങനെയാണ് കേട്ടോ. 53-ാമത്തെ ഭാഗം, അതായത് ആദ്യത്തെ 25 1-ാം ഭാഗം, 25 തൊട്ട് 50 വരെ 2-ാമത്തെ, 50 തൊട്ട് 75 വരെയാണ് വാനപ്രസ്ഥത്തിൻ്റെ സമയം. പിന്നെ 75 തൊട്ട് സന്യാസം. അങ്ങനെ റെഡിയായാൽ ശ്രീ ഭഗവാൻ വാച. വനം വിവീക്ഷു പുത്രേഷു ഭാര്യം യസ്യ സഹൈവ വാ വനേവ വസേച്ഛാന്തസ്തൃതീയം ഭാഗമായുഷ കന്ദമൂലഫലൈർവന്യൈർ
മേധ്യൈർവൃത്തിം പ്രകൽപ്പയേത് വസീതവൽക്കലം വാസസ്തൃണപർണാജിനാനി ച. വലിയ ബുദ്ധിമുട്ട്, യാത്ര എളുപ്പമല്ല. വാനപ്രസ്ഥേ പണ്ടൊക്കെ രാജാക്കന്മാർ ചെയ്തായിരുന്നല്ലോ. വന്യൈഹി, കാട്ടിൽ തന്നെ ഉണ്ടായതും വനത്തിൽ തന്നെ ഉണ്ടായതേ പാടുള്ളൂ. മേധ്യൈഹി, പരിശുദ്ധവുമായ കന്ദമൂലഫലൈ, അതായത് കിഴങ്ങുകളും പിന്നെ പഴങ്ങളും വൃത്തിം പ്രകൽപ്പയേത്, അങ്ങനെ അതുകൊണ്ട് ഉപജീവനം നടത്തണം. കാട്ടിൽ തന്നെ കാട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന സാധനങ്ങളെ ഭക്ഷിക്കാവൂ. അതായത് കിഴങ്ങ്, പിന്നെ എന്ത് കാട്ടുപഴങ്ങളാച്ച അതൊക്കെ. വൽക്കലം, മരവുരി ധരിക്കണം. തൃണപർണാജിനാനിച്ച, പുല്ല്, ഇല, മാൻതോല ഇവ വസ്ത്രമായിട്ട് ഉപയോഗിക്കാം. പുല്ല്, ഇല, മാൻതോല്, പിന്നെ മരവുരി, മരത്തിൻ്റെ തോല്, വസിതേ, അങ്ങനെ ഉടുക്കണം. അപ്പം ഇതിൽ പറഞ്ഞ ഭക്ഷണം എന്താണ്, കാട്ടിൽ തന്നെ കിട്ടുന്ന കിഴങ്ങും പിന്നെ ഈ ഫലവർഗ്ഗങ്ങളൊക്കെ പാടുള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയപ്പോൾ ഇങ്ങനെ കോട്ടൺ തുണി ഒന്നും പാടില്ല. അവിടെ ഇല കൊണ്ടും മരവുരി കൊണ്ടുമൊക്കെ പിന്നെ വസ്ത്രം ധരിക്കണം എന്ന് പറഞ്ഞു അല്ലേ. കന്ദമൂലഫലൈർവന്യൈർ മേധ്യൈർവൃത്തിം പ്രകൽപ്പയേൽ വസീതവൽക്കലം വാസസ്തൃണപർണാജിനാനി ച. ആലോചിച്ച് നോക്കൂ, പണ്ടൊക്കെ രാജാക്കന്മാരെ അത്ര കേമായിട്ട് രാജകീയമായിട്ട് ജീവിച്ചിട്ടേ ഒരു ദിവസം വാനപ്രസ്ഥത്തിന് അങ്ങോട്ട് പോവും അല്ലേ. അവരുടെയൊക്കെ ഒരു മനസ്സിൻ്റെ ഒരു ശക്തി. എന്നിട്ട് പിന്നെ അവിടെ ഒരു സൗകര്യമില്ലല്ലോ, കഷ്ടപ്പെട്ട എവിടെയെങ്കിലും കിടക്കുക. അതും വയസ്സുമായില്ലല്ലോ, വയസ്സായതിന് ശേഷമാണേ. എവിടെയെങ്കിലും കിടക്കുക, എവിടെയെങ്കിലും ഉറങ്ങുക, എന്തെങ്കിലും തിന്നുക, കിട്ടിയില്ലെങ്കിൽ തിന്നാൻ പറ്റില്ല. അങ്ങനെ ആലോചിച്ച് നോക്കിയാൽ ശരിക്കും അത്ഭുതമാവും. അവരുടെ ആ മനസ്സ് ഒക്കെ മനസ്സാണല്ലോ. മനസ്സുകൊണ്ടാവാം എന്ന് തോന്നിയാൽ നമുക്ക് എന്തും ആവാം. മനസ്സുകൊണ്ട് വയ്യ തോന്നിയാൽ ഒന്നും വയ്യ. അതുതന്നെയാണ്. കേശരോമനഖശ്മശ്രു മലാനി ബിഭ്രയാദതഃ ന ധാവേദപ്സു മജ്ജേത ത്രികാലം സ്ഥണ്ഡിലേശയാ. കേശരോമ നഖ ശ്മശ്രു മലാനി, തലമുടി, ശരീരത്തിലത്തെ രോമങ്ങൾ, നഖങ്ങൾ, മീശ, പിന്നെ ചണ്ടിത്തങ്ങൾ, നമ്മൾ അതൊക്കെ ബിഭ്രയാത് വളർത്തിക്കൊള്ളണം. അതിലൊന്നും ശ്രദ്ധ പാടില്ല. അതാണ് ദേഹത്തിനെ ശ്രദ്ധിക്കാനേ പാടില്ല. അതാണ് തലമുടി വെട്ടരുത്, നഖം വെട്ടരുത്. ദേഹത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ ഇല്ലാതെ ആവണം എന്നാണ് ചുരുക്കത്തിൽ. അതിൻ്റെ ഇൻഡയറക്റ്റായിട്ട് അർത്ഥം അതാണ്. ദേഹത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധ അരുത്. ദന്തഹ എന്നാ ധാവേത്, പല്ല് തേക്കരുത്. സ്ഥണ്ഡിലേശയ, അതായത് നിലത്തന്നെ അതായത് ഭൂമിയിൽ തന്നെ കിടക്കണം. ഒന്നിൻ്റെയും ഒരു പാറപ്പുറത്തൊന്നും കിടക്കാം, നിലത്ത് കിടക്കണം എന്ന് പറയുന്നത്. സ്ഥണ്ഡിലേശയ, അതായത് നിലത്ത് കിടക്കണം, തറയിൽ കിടക്കണം. ശയനം, ശയാഹ, ത്രികാലം, 3 നേരവും അപ്സു മജ്ജേത, വെള്ളത്തിൽ മുങ്ങി കുളിക്കണം. പക്ഷേ ദേഹത്തിൻ്റെ പിന്നെ ക്ലീൻലിനെസ്സിന് പോലും അല്ല, ഈശ്വരനെ പ്രാർത്ഥിക്കാൻ വെള്ളം കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാവണം. യാത്ര അങ്ങനെയാണ് പറയണത്. എന്താ പറയുന്നത് വെച്ചാൽ പിന്നെന്താണ്, രോമം, മുടി, രോമം, നഖം, താടി, അങ്ങനത്തെ ഉള്ള അതൊന്നും പിന്നെ കളയാനൊന്നും മെനക്കെടരുത്. ദേഹത്തിൽ ശ്രദ്ധ അരുത്. പല്ല് തേക്കരുത്. പിന്നെ പല്ല് തേച്ച് അധികം വൃത്തിയാക്കുക, അതിനൊക്കെ സമയം, അതിനൊന്നും ശ്രദ്ധ അരുത്. പിന്നെയോ പിന്നെ എന്താണ്, 3 സന്ധ്യയ്ക്കും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും കുളിക്കണം. പിന്നെയോ നിലത്ത് കിടക്കണം. അതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മളങ്ങനെ അത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ദേഹശുശ്രൂഷയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കരുത്. എന്നുവെച്ചാൽ ദേഹം അല്ല ഞാനെന്ന് വിചാരിക്കുന്നവർക്കേ അങ്ങനെ പോകാൻ പറ്റുള്ളൂ. ഞാൻ ഈ ദേഹമല്ലാന്ന് ഉറച്ച് വിശ്വാസമുള്ളവർക്കേ വാനപ്രസ്ഥമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പിന്നെ ദേഹത്തിൽ ശ്രദ്ധ വേണ്ടല്ലോ. അതാണ് കേശരോമ നഖശ്മശ്രു മലാനി ബിഭ്രയാദതഃ ന ധാവേദപ്സുമജ്ജേത ത്രികാലം സ്ഥണ്ഡിലേശയ. ഇതുവരെയൊക്കെ നമ്മൾ പറഞ്ഞത് ക്ലീൻലിനെസ് അല്ലേ, ശൗചം വളരെ പ്രധാനമായിട്ട് പറഞ്ഞുവല്ലോ. അത് ആ ദേഹാഭിമാനം വിടണ വരെ ശൗചമൊക്കെ വേണം. ദേഹാഭിമാനം, ഞാൻ ദേഹം എന്നാൽ അഭിമാനം വിട്ടാൽ പിന്നെ അതിനെന്താ ഉള്ളത് അർത്ഥമല്ലേ. അതാണ് ഗ്രീഷ്മേ തപ്യേത പഞ്ചാഗ്നീൻ വർഷാശ്വാസാര ഷാഡ്ജലേ ആഖണ്ഡമഗ്ന ശിശിര ഏവം വൃത്തസമാചരേത്. നല്ല വ്രതങ്ങൾ അതാണ്. 4-മത്തെ ഗ്രീഷ്മേ, വേനൽക്കാലത്ത്, പഞ്ചാഗ്നീൻ അപ്യത,
ഉദയസൂര്യനും അതായത് അഗ്നിയെയും വെച്ച് കത്തിച്ച് ദേഹത്തിനെ തപിപ്പിക്കണം. വേനൽക്കാലത്ത് ചൂടത്തിരുന്നിട്ടൊക്കെ എല്ലാം ചെയ്യണം. വർഷക്കാലത്തിൽ ആസാരഷാട്ട് മഴയിൽ നിന്നുകൊണ്ട് വ്രതങ്ങൾ അനുഷ്ഠിക്കണം. അതായത് മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാൻ പാടില്ല. മഴയത്താണെങ്കിൽ മഴയത്ത്, വെയിലത്താണെങ്കിൽ വെയിലത്ത്, ശിശിരെ മഞ്ഞുകാലത്തിലാണെങ്കിൽ ജലത്തിൽ. തണുപ്പാണല്ലോ എന്നാലും അതായത് ദ്വന്ദ്ങ്ങളൊക്കെ സഹിക്കാനുള്ള ശക്തി ഉണ്ടാവും അപ്പോഴേക്കും. അതാണ് ഓപ്പോസിറ്റ്സൊക്കെ, ചൂട് തണുപ്പ്, അതാണല്ലോ ദ്വന്ദ്ങ്ങൾ. ആകണ്ഠമഗ്ന കഴുത്ത് വരെ മുങ്ങിയിരിക്കണം. എന്തിൽ? അതായത് വിൻ്ററിൽ ജലത്തിൽ കഴുത്ത് വരെ വെള്ളം ആയിട്ടിരുന്ന് ധ്യാനിക്കണം. ഏവം വൃത്ത ഇതുപോലെ ചെയ്ത് അപഹ ചരേത് തപസ് ചെയ്യണം. തപഹ ചരേജ് തപഹ ചരേത്. അപ്പോൾ ഇതിലെന്താ പറഞ്ഞു വെച്ചാൽ ഈ വർഷക്കാലത്ത് വേനൽക്കാലത്ത് പഞ്ചാഗ്നി മധ്യത്തിലിരുന്ന് തപസ് ചെയ്യണം എന്ന് വെച്ചാൽ ചൂടിനൊന്നും അവഗണിക്കണം. അത് ശാവണം, അതാണ്. ചൂടിനും തണുപ്പിനുമൊക്കെ അതീതമായി നിൽക്കണേ, അതാണ്. വേനൽക്കാലത്ത് നല്ല ചുട്ട് പഴുക്കണ സൂര്യരശ്മിയിലോ വെയിലത്തോ അല്ലെങ്കിൽ പഞ്ചാഗ്നി മധ്യം തന്നെ പറയുന്നുണ്ട്, അടുത്ത് തീ കത്തിച്ചിട്ടോ ഒക്കെ തപസ് ചെയ്യണം. വർഷക്കാലത്ത് മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കരുത്. മഴ കൊണ്ട് തന്നെ തപസ് ചെയ്യണം, വ്രതമനുഷ്ഠിക്കണം. പിന്നെ തണുപ്പ് കാലത്ത് വെള്ളത്തിൽ കഴുത്ത് വരെ മുങ്ങി നിന്നുകൊണ്ട് വ്രതാനുഷ്ഠിക്കണം, തപസ് ചെയ്യണം. ഇങ്ങനെ വാനപ്രസ്ഥൻ ഇപ്രകാരം കഠിനമായ തപസ് ചെയ്തുകൊണ്ടിരിക്കണം. മനസ്സിന് ഇപ്പോൾ കുറേ ആയിട്ടുണ്ടല്ലോ വാനപ്രസ്ഥത്തിൽ. ആ സാധകന് കുറേയൊക്കെ ദേഹാഭിമാനം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ദ്വന്ദ്ങ്ങൾക്കൊക്കെ അതീതമായി പോണേ. കാരണം ഇപ്പോൾ രാജധാനിയിലൊക്കെ താമസിക്കുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ താമസിക്കുമ്പോൾ ചൂട് വയ്യ, തണുപ്പ് വയ്യ, അങ്ങനെയൊക്കെ നമ്മൾ അതൊക്കെ ഇല്ലാതാവണം. വാനപ്രസ്ഥം അങ്ങോട്ട് കഴിയുമ്പോഴേക്കും അത് ദ്വന്ദ്വാതീതനായിത്തീരണം. അതിനാണ് ഇത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ കഠിനങ്ങളായിട്ടുള്ള തപസ്സുകളൊക്കെ അനുഷ്ഠിക്കണം. പറയുമ്പോൾ വയസ്സും കൂടി ആയിട്ടുണ്ടെങ്കിൽ എന്തൊരു ബുദ്ധിമുട്ടല്ലേ. ശരിക്കും മനസ്സ് നല്ല ശക്തിയിൽ മനസ്സുകൊണ്ട് തീർച്ചയാക്കിയാൽ തന്നെ പറ്റുള്ളൂ. ഗ്രീഷ്മേ തപ്യേത പഞ്ചാഗ്നീൻ വർഷാസ്വാസാരഷാഡ് ജലേ ആകണ്ഠമഗ്ന കഴുത്ത് വരെ ശിശിര അതായത് മഞ്ഞുകാലത്തെ ഏവം വൃത്തസമാചരേത്. ഇനി 5 അഗ്നിപക്വം സമശ്നീയാത് കാലപക്വമഥാപി വാ ഉലൂഖലാശ്മകട്ടോ വാ ദന്തോലൂഖല ഏവ വാ. അല്ലേ? അതന്നെയാണ്. അപ്പോൾ 5 അഗ്നിപക്വം വാ, അഗ്നിയിൽ വേവിച്ചതോ, അഥ കാലപക്വം അപി കാലം വന്ന് പഴുത്തതിനെയോ, ഒന്നെങ്കിൽ വേവിച്ചത് അല്ലെങ്കിൽ പഴുത്തതിനെയോ അശ്നിയാത് ഭക്ഷിക്കേണ്ടതാകുന്നു. അതായത് ഈശ്വരനെ സമർപ്പിച്ചിട്ട് ഇപ്പോൾ ഹോമിക്കുക, അപ്പം അത് വേവുമല്ലോ, അതെടുത്ത് കഴിക്കാം. പിന്നെ തന്നെ പഴുത്ത പഴങ്ങളെ കഴിക്കാവൂ, ഭക്ഷിക്കേണ്ടതാകുന്നു. ഉലൂഖലാശ്മ കട്ടഹ വാ, ഉരലിലോ അമ്മിയിലോ അരച്ച് ഉണ്ണുന്നവനായിട്ടോ. ദന്തോലൂഖല വാ ഏവ വാ, പല്ലിനെ ഒരു ഉരലായിട്ട് ഉപയോഗിക്കുന്നവനോ ആയിരിക്കണം. അപ്പോൾ ഇതിലെന്താ പറഞ്ഞാൽ അഗ്നി കൊണ്ട് പാകം ചെയ്തതോ അല്ലെങ്കിൽ പതുക്കെ സമയമാവുമ്പോൾ പഴുത്ത് കിട്ടുന്ന ഫലങ്ങളോ ഭക്ഷിക്കാം. ഉരലിൽ കുത്തിയോ, അതായത് ധാന്യങ്ങളൊക്കെ എന്തെങ്കിലും കിട്ടിച്ചാലേ അത് ഉരലിലിട്ട് കുത്തിയിട്ടോ കല്ലുകൊണ്ട് ഇങ്ങനെ കുത്തിയിട്ടോ ധാന്യങ്ങൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ പല്ലന്നെ ഒരു ഉരലായിട്ട് കരുതിയിട്ട് പല്ലുകൊണ്ട് തന്നെ അതിനെ ചെയ്യാം. അതായത്
ഒരല് ഒന്നും കിട്ടില്ലല്ലോ ഇപ്പോൾ കാട്ടിൽ. അപ്പോൾ കല്ലുകൊണ്ട് ഒന്നുകിൽ ഇപ്പോൾ ധാന്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കല്ലുകൊണ്ട് കുത്തി അതിൽ തുമ്മി കളയാം, അല്ലാച്ചാൽ പല്ലുകൊണ്ട് കളയാമെന്ന്. നല്ല ബുദ്ധിമുട്ടല്ലേ, എന്താ കഥ. അങ്ങനെ വെച്ചാൽ അത്ര ദേഹത്തിന് എളുപ്പമായിട്ടുള്ളതൊന്നും ചെയ്തിട്ട് അരുതെന്നാണ് അത് പറയണത്. അത് വളരെ വിഷമം തന്നെയാണ് നമുക്ക് ആലോചിച്ചാലല്ലേ. നോക്കൂ, എന്താ പറയണത്, തീരെ ചൊട്ടക്കിഴങ്ങോ തന്നെ പഴുത്ത പഴങ്ങളോ കുത്തി കല്ലോണ്ടൊറ്റ ഉരലിലോ കുത്തിയ ധാന്യമോ കല്ലോണ്ടോ പല്ലോണ്ടോ തോട് പൊട്ടിച്ച കായ്കളോ ഒക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അതായത് വലിയ നല്ല കട്ടിയുള്ള തോരണെങ്കിൽ പല്ലോണ്ട് നമ്മൾ കടിച്ചങ്ങോട്ട് കളയാലോ. ഇപ്പം ജാതി അങ്ങനെ ചെയ്യാനേ പാടുള്ളൂ. അഗ്നിപക്വം സമസ്നീയാത് കാലപക്വം അഥാപിവ ഉലൂഖലാശ്മകട്ടോവ ദന്തോലൂഖല ഏവച. ദന്തം തന്നെ ഒരു ഒരലായിട്ടോ പിശാങ്കത്തിയായിട്ടോ ഉപയോഗിക്കാം എന്ന് പറയാണ്. അപ്പോൾ നമുക്കിവിടെ നിർത്താം. 5 കഴിഞ്ഞിട്ട്. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പാ ശരണം. സമസ്താപരാധം ക്ഷമസ്വമേ.